ഇന്നത്തെ ഈ വീഡിയോ ട്രാവൽ വീഡിയോ അല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അസിഡിറ്റി ഉണ്ടെന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വയറ് വേദന, വയറിരിച്ചിൽ, വയറിൽ നിന്ന് ഇങ്ങനെ തീ വരുമ്പോൾ ഒരു ഫീല്, തലവേദന, ഛർദ്ദിക്കാൻ എപ്പോഴും വരും. വയറുവേദന എന്ന് വെച്ചാൽ വയറ് കൊളുത്തി പിടിച്ചിട്ടുള്ള വേദനയായിരിക്കും, നമുക്ക് സഹിക്കാനേ പറ്റത്തില്ല. പലർക്കും പല സിംറ്റംസ് ആയിരിക്കും. എനിക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഇത് അസിഡിറ്റി ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്, ഹോമിയോ പാൻഡോപ്ഡി അതുപോലെയൊക്കെയുള്ള. പക്ഷേ എന്നിട്ടും കുറഞ്ഞില്ല. അപ്പം ഞാൻ ഇതേ സമയം തന്നെ ഗൈനക്കിനെ കാണുന്നുണ്ട്. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു ഗ്യാസ്ട്രോളജി ഡോക്ടറെ കാണണം, എന്നാൽ ഇത് നമുക്ക് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ എന്ന്. അങ്ങനെ സാറ് തന്നെ പറഞ്ഞ് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റലിലെ മനോജ് സാറോട് കാണാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ സാറ് ഞങ്ങളെ കണ്ടു. സാറ് 10 ദിവസത്തേക്ക് ആദ്യം മരുന്ന് തന്നു. പക്ഷേ അത് കഴിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ പോയപ്പോൾ സാറ് പറഞ്ഞു ഇനി നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യാം. അപ്പോൾ എനിക്കാണെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാൻ ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ്. എന്നാലും എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് വീക്ക് വന്നിട്ട് എനിക്ക് എൻഡോസ്കോപ്പി ചെയ്തു. എനിക്ക് പേടിയുള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പം എൻ്റെ വയറിൽ അൾസറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അൾസർ ഉള്ളതുകൊണ്ട് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്, 10 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് വരത്തുള്ളൂ, അതുകൊണ്ട് 10 ദിവസത്തേക്ക് മരുന്ന് തന്നു. മരുന്ന് കഴിച്ചിട്ട് പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് കിട്ടിയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നു. നോക്കുമ്പം എനിക്ക് എച്ച് പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഇത് വരുന്നത് നമുക്ക് ഭക്ഷണം കറക്റ്റ് കഴിക്കാത്തതുകൊണ്ടും നമ്മുടെ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ടും ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. എല്ലാവരും വിചാരിക്കും ഉറക്കക്കുറവും ടെൻഷനൊക്കെ എങ്ങനെ ഇത് വയറിനെ ബാധിക്കുമെന്ന്. പക്ഷേ പ്ലീസ് ഞാനിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ദയവ് ചെയ്ത് എല്ലാവരും കറക്റ്റ് ഭക്ഷണം കഴിക്കുക, നല്ല ഉറങ്ങുക, ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. കാരണം 14 ദിവസത്തെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് എനിക്ക് തന്നിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അത് എനിക്ക് അത്രയും അറിയുന്നതുകൊണ്ടാണ്. ഇത് ആരെങ്കിലും ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ഗ്യാസ്ട്രോനെ കണ്ടിട്ട് മെഡിസിൻ എടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും, തലവേദന എടുക്കും, ലൂസ് മോഷൻ ആവും, വായിൽ വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റായിരിക്കും. പറയാൻ പറ്റത്തില്ല, എനിക്കത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണണം. അപ്പോൾ ഇങ്ങനെ ഗ്യാസ്ട്രോനെ കണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ.